ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. അനേക ടൺ ഭാരമുള്ള തടി കയറ്റിയ ഒരു ലോറി മൂളിയും ഞരങ്ങിയും കയറ്റം കയറി വരുന്നത് കണ്ടപ്പോൾ ആധുനിക മനുഷ്യ ജീവിതത്തിൻ്റെ ചരിത്രമാണല്ലോ അതെന്ന് തോന്നി. ഭാരം അത്രയും വലിച്ചുകൊണ്ട് പോകാൻ മതിയായ കരുത്തുറ്റ എഞ്ചിൻ അതിനുള്ളിൽ ഉണ്ടെന്നുള്ളത് സത്യം തന്നെ. എങ്കിലും ഈ കനത്ത ഭാരം താങ്ങുന്നത് ഏറ്റവും ബലിഷ്ഠമായ ടയർ ഘടിപ്പിച്ചിട്ടുള്ള 6 ചക്രങ്ങളാണല്ലോ. വണ്ടി ഓടുമ്പോൾ പല തട്ടുമുട്ടും സംഘർഷവും ടയറുകൾക്ക് ഏൽക്കേണ്ടി വരുന്നു. എന്നാൽ ഏത് ആഘാതത്തെയും ചെറുത്തു നിൽക്കുവാനുള്ള ദൃഢപേശികളോട് കൂടിയാണ് അവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ടയറുകളോട് മനുഷ്യനെ ഉപമിക്കാം. മനുഷ്യനും ജീവിതപാതയിൽ നിരവധി തട്ടുമുട്ടും ഏൽക്കേണ്ടി വരും. എന്നാൽ അവയെ ചെറുത്തു നിൽക്കുവാനും എത്ര വലിയ ഭാരവും വഹിക്കുവാനുമുള്ള ദൃഢപേശികളോട് കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. മരം വെട്ടുക, പാറ പൊട്ടിക്കുക, കൂന്താലി കൊണ്ട് നിലം താഴ്ത്തി കിളയ്ക്കുക എന്നീ ജോലി ചെയ്യുന്നവർക്ക് ദൈവം നൽകിയതാണ് ദൃഢപേശിയുള്ള ശരീരം. ഭൗതികമായ ജോലി ചെയ്യുന്നവർക്ക് ബുദ്ധിപരമായ ശക്തി ദൈവം നൽകിയിട്ടുണ്ട്. ജീവിതത്തിൽ എല്ലാവർക്കും അവരുടേതായ പ്രശ്നഭാരം വഹിക്കേണ്ടതുണ്ട്. നിരവധി ആഘാതങ്ങൾ ഏൽക്കേണ്ടതായും വരും. അത്തരം സന്ദർഭങ്ങളിൽ വേണ്ടതായ കരുത്ത് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാത്തവരും വിശ്വസിക്കാത്തവരും തകർന്നു പോകുന്നു. ഒരിക്കൽ ഒരു രാജാവ് സമർത്ഥനും ബുദ്ധിമാനുമായ ഒരു മന്ത്രിയെ കണ്ടെത്തുവാൻ പരീക്ഷ നടത്തി. 3 പേർ വിജയികളായി. അവരിൽ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ ഒരു പരീക്ഷ കൂടി നടത്തി. അവരെ കൊട്ടാരത്തിലെ ഒരു മുറിയിൽ ഇരുത്തിയ ശേഷം രാജാവ് പറഞ്ഞു, ഞാൻ ഈ മുറി പൂട്ടാൻ പോവുകയാണ്. പൂട്ട് തുറന്ന് പുറത്തു വരുന്നവനെ എൻ്റെ മന്ത്രിയായി നിയമിക്കും. 3-ൽ 2 പേർ കടലാസും പെൻസിലും എടുത്ത് തങ്ങൾ പഠിച്ച എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് പൂട്ട് തുറക്കുവാനുള്ള സൂത്രവിദ്യ കണ്ടുപിടിക്കാൻ പരിശ്രമിച്ചു. എന്നാൽ അവർ പരാജയപ്പെട്ടു. 3-ാമൻ എഴുന്നേറ്റു. അയാൾ അതുവരെ എന്തോ ആലോചിക്കുകയായിരുന്നു. രാജാവ് തുറക്കാൻ പാടില്ലാത്ത താഴിട്ട് ഈ മുറി പൂട്ടാൻ ഇടയില്ല എന്നു കരുതി അയാൾ വാതിലിൻ്റെ കൈപ്പിടിയിൽ പിടിച്ച് ഒന്ന് തിരിച്ചു. പെട്ടെന്ന് വാതിൽ തുറന്നു. തുറക്കാൻ പാടില്ലാത്ത പൂട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ദൈവം നമ്മെ പരീക്ഷിക്കുകയില്ല. വിശ്വാസമാകുന്ന കൈപ്പിടിയിൽ പിടിച്ച് ഒന്ന് തിരിച്ചു നോക്കൂ, ഏത് പൂട്ടും തുറന്നു കിട്ടും. 1 കൊരിന്ത്യർ 16:9. എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.